ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു നൈനൂസ് ഡ്രീമി ക്രിയേഷൻസ്. ഇന്ന് നമ്മൾ പട്ടുപാവാടയുടെ ബ്ലൗസാണ് കേട്ടോ ഡിസൈൻ ചെയ്യാൻ പോകുന്നത്. നമ്മളിതാ ഈ നെക്കിലും അതുപോലെ 2 സ്ലീവിൻ്റെ ആ ബോർഡറിലുമാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഫ്രണ്ടിൽ അവിടെ ഇവിടെയായിട്ട് ഓരോ പൂക്കൾ പോലെ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെന്ന് നോക്കാം. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഫ്രെയിമിൽ നെക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിന് ഞാൻ അതേ കളറ് ത്രെഡും അതുപോലെ തന്നെ സൂചി എടുത്തിട്ടുണ്ട്. അതിൽ 4 ഇഴയാക്കിയിട്ടാണ് കേട്ടോ ഞാൻ സൂചിയിൽ നൂല് കോർത്തിരിക്കുന്നത്. ഇതുപോലെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നതൊക്കെ ബാക്ക് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ 4 മുത്തെടുത്തിട്ടുണ്ട് കേട്ടോ, ഷുഗർ ബീഡ്. ഇതുപോലെ ഇങ്ങനെ ബാക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി ആ 4 മുത്ത് എവിടെയാണോ വരുന്നത് അവിടെ ഏകദേശം ഒരു അകലം നോക്കിയിട്ട് അവിടെ നിന്ന് സൂചി കുത്തിയെടുക്കുക. എന്നിട്ട് വീണ്ടും 4 ഷുഗർ ബീഡ് കോർക്കുക. ഇങ്ങനെ നമുക്ക് ഈ നെക്ക് മൊത്തം ചെയ്തെടുക്കാം. പിന്നെ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ ഈ സൂചീനെ എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടിയും കയറ്റി എടുക്കുന്നുണ്ട്. അതെന്തിനാണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് ഒരു ഉപകാരമാവുമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീണ്ടും പറയുന്നത്. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി, നിർബന്ധമില്ല. ഇപ്പം ഞാനിതാ ഇവിടെ ലാസ്റ്റ് വരെ ഇതിങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതുപോലെ ഇനി സൂചി എടുത്തിട്ട് എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടി നമുക്ക് കയറ്റിയെടുക്കാം. അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പോൾ വളഞ്ഞിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ശ്രദ്ധിച്ച് നൂല് കെട്ടാവാതെ ഇങ്ങനെ ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മളിതാ ഇവിടെ ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ലാസ്റ്റ് എത്തുമ്പോൾ നമുക്കതിനെ കുത്തി ഇറക്കിയിട്ട് വേണമെങ്കിൽ കെട്ടിട്ട് കൊടുക്കാം. ഇല്ലെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് സൂചീനെ കുത്തി കയറ്റാം. ഞാനിപ്പോൾ തൊട്ടടുത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സൂചി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെയുള്ള മീഡിയം സൈസിലുള്ള ഗോൾഡൻ ബീഡാണ് കേട്ടോ ഞാൻ വെച്ച് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ സൂചിയിൽ 2 ഗോൾഡൻ ബീഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ 2 എണ്ണം കോർത്തെടുത്തു. എന്നിട്ട് അവിടേക്ക് കുത്തിയിറക്കുക. ഇനി വീണ്ടും നമ്മൾ നേരത്തെ ഷുഗർ ബീഡ് ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ 2 എണ്ണത്തിൻ്റെ എത്ര അകലം വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഇതുപോലെ വീണ്ടും തൊട്ടടുത്തായിട്ട് കുത്തി കൊടുക്കുക. ഇങ്ങനെ നമുക്ക് ഈ റൗണ്ട് മൊത്തം ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മളിപ്പം ഷുഗർ ബീഡ്സിൽ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് എൻഡിങ്ങിൽ നമ്മൾ എത്തുമ്പോൾ ഇതുപോലെ സൂചി എല്ലാ മുത്തിൻ്റെ ഉള്ളിൽ കൂടി ഞാൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അതും ഇതുപോലെ തന്നെ വളഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിവർന്നിരിക്കാൻ വേണ്ടിയിട്ടാണ്. കണ്ടില്ലേ, ഞാനിപ്പോൾ അതുപോലെ ആ 2 ഗ്യാപ്പ് എത്തുമ്പോൾ ഫുള്ള് ഇതിൻ്റെ മുത്തിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഫുള്ള് സൂചി കയറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മളിത് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ അടിയിൽ കൂടി ഒന്നുകൂടി ഡിസൈൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിന് ഞാൻ ഇതുപോലെ കുറച്ച് താഴത്തുനിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്ത അതേ ഗോൾഡൻ ബീഡ് തന്നെ ഒരെണ്ണം കുത്തി ഇറക്കി. എന്നിട്ട് ഇതിന് ചുറ്റും
മറ്റേ ഷുഗർ ബീഡ് കൊണ്ട് ഞാൻ ഒരു റൗണ്ടിൽ തുന്നിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ഞാനിവിടെ 11 ഷുഗർ ബീഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, 11 എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ ഈ സൂചീനെ കുത്തി കയറ്റിയത് അവിടെ തന്നെ കുത്തിയിറക്കുക. അപ്പോൾ നമുക്കത് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. എന്നിട്ട് ഈ മുത്തിൻ്റെ മുകളിൽ കൂടെ ഇതൊന്ന് വെച്ച് കൊടുക്കുക. കണ്ടില്ലേ, കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടി. ഇനി നമുക്കിത് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഓരോ 3 മുത്ത് കഴിഞ്ഞാലും നമുക്ക് ഓരോ കെട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഇതുപോലെ പുറത്തുനിന്ന് കുത്തിയെടുക്കുക. എന്നിട്ട് മുത്തിൻ്റെ ഉള്ളിൽ ആ റൗണ്ടിൻ്റെ ഉള്ളിൽ സൂചി അതുപോലെ കുത്തി ഇറക്കുക. എന്നിട്ട് നമുക്കൊരു നോട്ടിട്ട് കൊടുക്കാം. ഇനി തൊട്ട് ഇപ്പുറത്തെ 3 മുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഇതുപോലെ നമുക്ക് ഓരോ നോട്ടിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോവില്ല, കറക്റ്റ് ആ റൗണ്ട് തന്നെ ഇരിക്കും. കണ്ടില്ലേ, നല്ല റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ തൊട്ട് അപ്പുറത്തായിട്ട് ഒരു ലീഫിൻ്റെ ഡിസൈനാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. നമുക്കിത് ഫ്രെയിം എങ്ങനെ വേണമെങ്കിലും മാറ്റി പിടിക്കാം കേട്ടോ. നമുക്ക് എങ്ങനെയാണ് തുന്നാൻ വശമുണ്ടാവുക അതിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ മാറ്റാം. ഞാൻ ഇതുപോലെയുള്ള കട്ട് ബീഡ്സാണ് കേട്ടോ എടുക്കുന്നത്. ഇനി അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞാൻ ഒരു സെൻറ്റർ ഭാഗത്തു നിന്ന് കുത്തിയെടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 കട്ട് ബീഡ്സും അതുപോലെ ഒരു ഷുഗർ ബീഡും കോർത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഒന്ന് ചെരിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുക. കണ്ടില്ലേ, ഇനി തൊട്ട് ഇപ്പുറത്തുനിന്നും ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഷുഗർ ബീഡ്, 2 റെയിൻബോ കട്ട് ബീഡ് ഇതുപോലെ വീണ്ടും ആ താഴോട്ട് സെൻറ്റർ ഭാഗത്തോട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമുക്കൊരു വി ഷേപ്പിൽ കിട്ടിയില്ലേ. ഇനി ഇതിൻ്റെ തൊട്ട് മുകളിൽ നിന്നും ഇതുപോലെ ഒരു വി ഷേപ്പ് പോലെ നമ്മൾ ചെയ്തെടുക്കുക. ഒരു ഷുഗർ ബീഡ്, 2 കട്ട് ബീഡ് അങ്ങനെ വെച്ചിട്ട് വേണം നമുക്കിത് ചെയ്തെടുക്കാൻ. ഇനി ഇതിപ്പോൾ 2 സൈഡും കഴിഞ്ഞു പറഞ്ഞാൽ നമ്മൾ ഒരെണ്ണം സെൻറ്റർ ഭാഗത്തു നിന്നും ഇതുപോലെ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊരു ലീഫിൻ്റെ ഷേപ്പിൽ നമുക്ക് കിട്ടും. കണ്ടില്ലേ, ഇപ്പം ഞാൻ 2 എണ്ണം ചെയ്തു. ഇനി സെൻറ്റർ ഭാഗത്തു നിന്നാണ് എടുക്കുന്നത്. ഇതിലും അതുപോലെ തന്നെ ഒരു ഷുഗർ ബീഡ്, 2 കട്ട് ബീഡ്, എന്നിട്ട് താഴോട്ട് സെൻറ്റർ ഭാഗത്തോട്ട് കുത്തി കൊടുക്കുക. അപ്പം നല്ല നമുക്ക് ഭംഗിയിലൊരു ലീഫും കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ മൊത്തം ഈ റൗണ്ട് മൊത്തം നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതുപോലെ റൗണ്ട് മൊത്തം ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇനി അടുത്തത് ചെയ്യാൻ പോകുന്നത് ഇതുപോലുള്ള ഡിസൈനാട്ടോ. ഇതെന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ ഇതിപ്പോൾ ഒന്ന് ചെരിഞ്ഞ പോലെ ഇരിക്കും, കാരണം ഒരേ ഹൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ മറ്റേ മുത്തുകൂടി ഞാനിവിടെ ഗോൾഡൻ ബീഡ് കൂടി വെക്കുമ്പോൾ അത് ഒരേ ലെവലിലായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇനി ഈ ഒരു ഡിസൈനും കൂടി കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഇനി ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് ഞാൻ ഇവിടെ നമ്മൾ ആദ്യം ഒരു ഗോൾഡൻ ബീഡും അതുപോലെ ഷുഗർ ബീഡും വെച്ചിട്ട് ഒരു റൗണ്ട് ചെയ്തില്ലേ, അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത്. മറ്റേ നമ്മൾ ലീഫ് ചെയ്തതുപോലെ തന്നെ വി ഷേപ്പിൽ ഒരു ലീഫ് ചെയ്തെടുക്കുകയാണ്. അതിന് ഇതുപോലെ ഒന്ന് ചെരിച്ച് കുത്തിയെടുക്കുക. എന്നിട്ട് ഒരു ഷുഗർ ബീഡും 2 കട്ട് ബീഡും നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒരു വി ഷേപ്പിൽ ചെയ്തെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എടുത്ത് കുത്തി. ഇനി നമ്മൾ നേരത്തെ മുന്നേ ചെയ്ത ആ ഗോൾഡൻ ബീഡ് 2 എണ്ണം കോർത്തെടുക്കുക. ഒരു സെൻറ്റർ ഭാഗത്തു നിന്നല്ല, ഒന്ന് ചെരിച്ചിട്ട് എടുക്കുക, കുത്തിയെടുക്കുക സൂചി. എന്നിട്ട് 2 ഗോൾഡൻ ബീഡ് ആ സെൻറ്റർ ഭാഗത്തായിട്ട് കുത്തിയിറക്കുക. അപ്പോൾ നമുക്കിതൊരു ഡയമണ്ട് ഷേപ്പിൽ പോലെ കിട്ടും. ഇനി ഇതിൻ്റെ കുറച്ച് തൊട്ട് മുകളിലായിട്ട് വേണം ഇനി ഒന്നും കൂടി കുത്തിയെടുക്കാനായിട്ട്. എന്നിട്ട് വീണ്ടും 2 ഗോൾഡൻ ബീഡ് കോർക്കുക. എന്നിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ചെരിച്ചിട്ടൊന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് ഡയമണ്ട് ഷേപ്പിൽ കിട്ടും. ഇപ്പം ഞാൻ ഈ ചെയ്തതുപോലെയൊക്കെ ഇനി ഫുള്ളും റൗണ്ടായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതാ ഇവിടെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇതാ ഞാൻ ഈ ബോഡി പാർട്സിലൊക്കെ ഇതുപോലെ ആ ഒരു ചെറിയ പൂ പോലെ നമ്മൾ ഒരു ഡോട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ നെക്കിൽ കൊടുത്ത അതേ ഡിസൈന് ഇതുപോലെ താഴത്തും മുകളിലായിട്ട് ഒരേപോലെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്റർ ഭാഗത്ത് ആ ഒരു പൂ പോലുള്ള ഡിസൈനും കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റും ഓരോ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഒരു മീഡിയം സൈസിലുള്ള ഷുഗർ ബീഡും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് നല്ല അടിപൊളിയാണ് കേട്ടോ കാണാനായിട്ട്. ഇതിലിപ്പോൾ ഒന്ന് മങ്ങിയിട്ടാണ് കാണുന്നത്, എങ്കിലും അങ്ങനെയല്ല, നല്ല അടിപൊളി കളറാണ്. ഇതിന് ഞാൻ ഒരു ബെൽറ്റ് കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ നമ്മുടെ ബെൽറ്റ്. കണ്ടോ? ബെൽറ്റ് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. നമുക്ക് വെറും ഏതിനെങ്കിലും വേറെ ഡ്രസ്സിന് വെറും ബെൽറ്റായിട്ട് ഇടാം കേട്ടോ. ഇത് ഫ്രണ്ട് ഭാഗത്ത് മാത്രം ഡിസൈൻ വരുന്ന രീതിയിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ സ്ലീവിൽ എങ്ങനെയാണോ ചെയ്ത് അതേപോലെ തന്നെയാണ് ബെൽറ്റും ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനൊരു ഷോളുണ്ട്. ഇത് ഞാൻ ബാക്കി വന്ന തുണി കൊണ്ട് ചെയ്തെടുത്തതാണ്. പിന്നെ ഇതിൻ്റെ പാവാട വന്നിരിക്കുന്നത് ഇതുപോലെയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റത്തെ ഫോട്ടോ ഞാനിവിടെ ഇടുന്നുണ്ട് കേട്ടോ.